എല്ലാവർക്കും ബനാക്കിയ വൈബ് ട്രെൻഡ്സ് ചാനലിലേക്ക് സ്വാഗതം. ഹായ്, ഞാൻ ഗിരീഷ് കുമാർ. എല്ലാവരോടുമായി ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ്? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അമ്മ അതുമല്ലെങ്കിൽ അച്ഛൻ, മകൻ അല്ലെങ്കിൽ മകൾ, സുഹൃത്തുക്കൾ? ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ചോദ്യം ഞാനല്ല ആദ്യമായി ചോദിച്ചത്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, ഇതൊന്നുമല്ല ഇതിൻ്റെ ഉത്തരം. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ജീവിത പങ്കാളി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നത് നിർത്തിയാൽ ആരും നിങ്ങളോടൊപ്പമില്ല. നിങ്ങളും നിങ്ങളുടെ ശരീരവും മാത്രമാണ് ജനനം മുതൽ മരണം വരെ ഒരുമിച്ച് നിൽക്കുന്നത്. എന്നും കൂടെ നിൽക്കുന്ന സുഹൃത്തായ ജീവിത പങ്കാളിയായ ശരീരത്തോട് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അത് ചെയ്യുന്നോ അത്രയധികം നിങ്ങളുടെ ശരീരം നിങ്ങളെ പരിപാലിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ല് മുറിയെ വരെ പണിയെടുപ്പിക്കും. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. നിങ്ങൾ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പാർട്സുകളായ അവയവങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ടോ? അന്ന് ഹെവി ഫുഡ്, പ്രത്യേകിച്ച് നോൺ വെജും മദ്യവും ഒക്കെ കൊടുത്ത് വർക്ക് ലോഡ് കൂട്ടുന്നതല്ലാതെ കൃത്യമായി ഉറങ്ങി ശരീരത്തിൻ്റെ മെയിൻ്റനൻസിന് അവസരം കൊടുക്കാറുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണമാകട്ടെ മായം കലർന്നതും ടോക്സിൻ ഉള്ളതുമായ ജങ്ക് ഫുഡുകളും ശീതള പാനീയങ്ങളും. ആരും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ചെക്ക് ചെയ്യാറില്ല. ശരീരം പണിമുടക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പോലും ശ്രദ്ധിക്കുകയില്ല. കാരണം രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ അങ്ങനെയല്ല. അത് ജീവിതത്തിൻ്റെ ഓരോ കാലത്തും ഉത്സാഹത്തോടെ ജീവിക്കുന്നതാണ്. ആരോഗ്യം എന്ന് പറയുന്നത് 5 തൂണുകളിലാണ് നിലനിൽക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ശാരീരിക ആരോഗ്യം. വ്യായാമം, സന്തുലിതമായ ഭക്ഷണം, ഉറക്കം, ശുചിത്വം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാലാകാലങ്ങളിലുള്ള പരിശോധന, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. രണ്ടാമത് വരുന്നത് വളരെ അത്യന്താപേക്ഷിതമായ മാനസിക ആരോഗ്യമാണ്. സ്ട്രെസ് നിയന്ത്രിക്കുക, സെൽഫ് കോൺഫിഡൻസ് വളർത്തുക, പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവുകൾ ഉയർത്തിയെടുക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. മൂന്നാമത് വരുന്നത് സാമൂഹിക ആരോഗ്യമാണ്. നിങ്ങൾ ഒറ്റയാളല്ല. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, നല്ല ആശയവിനിമയം നടത്തുക, പരസ്പരം പിന്തുണയ്ക്കുക, സഹകരിക്കുക. യഥാർത്ഥ ശക്തി അതാണ്. അതിലൂടെ നമുക്ക് സാമൂഹിക ആരോഗ്യം നേടിയെടുക്കാൻ പറ്റും. നാലാമത് വരുന്നത് ആത്മീയ ആരോഗ്യം. ഇതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുക. നിങ്ങൾ തിരഞ്ഞെടുത്ത നല്ല മൂല്യങ്ങൾ പ്രകാരം ജീവിക്കുക. നിങ്ങളുമായി, മറ്റുള്ളവരുമായി, അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും ഗോഡ് ഓൾമൈറ്റിയുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ആത്മീയ ആരോഗ്യം ലഭിക്കുന്നുണ്ടാവും. ഇനി വരുന്നത് പരിസ്ഥിതി ആരോഗ്യമാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് കൂടി ഗുണം നൽകുന്ന കാര്യമാണ്. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. സുരക്ഷിതമായ വെള്ളവും ഭക്ഷണവും ലഭ്യമാകുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ശുചിത്വമുള്ള സുരക്ഷിതമായ ഇടങ്ങളിൽ ജീവിക്കാനും അവസരം നമുക്ക് കിട്ടണം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കുക. അതിലൂടെ ശരീരം, മനസ്സ്, ആത്മാവ്, സമൂഹം, പ്രകൃതി എല്ലാം സംരക്ഷിക്കപ്പെടും. ഇത്രയും പറഞ്ഞത് എത്രമാത്രം ഗൗരവത്തിലെടുത്തു എന്ന് എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
മനുഷ്യൻ്റെ ആയുസ് 150 വയസ്സിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കറിയാലോ, അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിൽ പോലും ഒരു തുള്ളി വിഷം വീണാൽ അത് മലിനമാകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലിനമാക്കാത്ത നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. വളരെ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അത് വളരെ വലിയ മാറ്റത്തിന് തുടക്കമാകും. നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ താമസിക്കുന്ന സ്ഥിരമായ വിലാസമാണ് നിങ്ങളുടെ ശരീരം എന്നോർക്കുക. മറ്റാർക്കും പങ്കിടാൻ കഴിയാത്ത നിങ്ങളുടെ സ്വത്ത് അല്ലെങ്കിൽ ബാധ്യത എന്നിവയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളാണ് ശരീരത്തിൻ്റെ യഥാർത്ഥ ജീവിത പങ്കാളി. ശരീരത്തിൽ നിങ്ങൾ ജീവസായി നിലകൊള്ളുന്നു. അപ്പോൾ ശരീരം ശിവമായി ഭവിക്കുന്നു. നിങ്ങൾ വേർപെടുമ്പോൾ ശരീരം ശവമാകുന്നു. ഭാരമില്ലാത്ത ആത്മാവിന് പിറവി കൊള്ളാനായി അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഭാരത്തെ ആണ് നമ്മൾ ശരീരമാക്കുന്നത്. അത്തരത്തിൽ തനിക്ക് പിറക്കാൻ 9 മാസം അമ്മയുടെ ഗർഭത്തിൽ വച്ച് അടിയൻ്റെ പിണ്ടത്തെ സംരക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്ന ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ അതിമഹത്തായ രചനയാണ് പിണ്ടനന്ദി. എന്നേക്കുമായി ആരോഗ്യവാനായി ഇരിക്കുക, സ്വയം പരിപാലിക്കുക, ഈശ്വരൻ നന്ദി പറയുക. പണം വരുന്നു പോകുന്നു, അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ശാശ്വതമല്ല. നിങ്ങൾ അല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ ശരീരത്തെ സഹായിക്കാനാവില്ല എന്നോർക്കുക. ശ്വാസകോശത്തിന് വേണ്ട പ്രാണായാമം, മനസ്സിനു വേണ്ടി ധ്യാനം, ശരീരത്തിന് വേണ്ടി യോഗാസനം, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായി നടത്തം, ആമാശയത്തിന് നല്ല ഭക്ഷണം, ആത്മാവിന് നല്ല ചിന്തകൾ, ലോകത്തിനു വേണ്ടി നല്ല കർമ്മം എന്നിവ നിത്യവും ശീലമാക്കുക. ആരോഗ്യത്തോടെ ഇരിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവുകളുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക.